I can't feel no better. What's this knob do? നീ ഒന്ന് പോയി നോക്കിയിട്ട് എനിക്ക് അപ്പപ്പ കാര്യങ്ങൾ അറിയിക്ക് പ്രിൻസേ. നീ തന്നെ ഇതെന്നോട് പറയണം. ആ കിളവൻ തെണ്ടിയുടെ വായിലോട്ട് നീ എന്നെ പറഞ്ഞു വിടുവാണല്ലേടാ. എനിക്ക് വേണ്ടി നീ ചെയ്യില്ലേ പ്രിൻസേ? ഓടാ. സോറി സാർ. പ്രിൻസ്, എനിക്ക് മനസ്സിലായി. എന്ത്? തനിക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ? അതില്ലേ എപ്പോഴും ഇങ്ങനെ വന്ന് ഒഴിഞ്ഞു നോക്കുന്നത്? അത്രക്ക് ഹാൻസം ആണോ ഞാൻ? ഹാൻസം ഞാൻ പറയണില്ല. പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ചു കൊടുക്കാവാതാൻ. സാർ, ഞാൻ അങ്ങനൊന്നും. താനൊന്നും പറയണ്ട. തനിക്ക് നാണമാണെന്ന് എനിക്കറിയാം. സാറേ, ഞാൻ പൊക്കോട്ടെ? ഓക്കെ ഹണി. എടാ, അവളെ നോക്കാൻ പോകുമ്പോഴൊക്കെ അയാൾ എന്നെ വിളിച്ച് വേണ്ടാതെ ഞാൻ പറയുക. ഈ കളിക്ക് ഞാനില്ല. എന്നാ ഇനി ഈ ക്രിസ്റ്റി ഇറങ്ങി കളിക്കാൻ പോവാ. നീ എന്നാ ചെയ്യാൻ പോവാ? ഞാൻ അവള് വരുമ്പോ കേറി മുട്ടും. ഞങ്ങൾ താഴെ വീഴും. കണ്ണും മുടക്കും. പിന്നെ ഷോ വല്ലതും നടന്നാ മതിയായിരുന്നു. നടക്കും. ഈ ക്രിസ്റ്റിയാ പറയുന്നേ. ഇതെന്താപ്പോ ഒരു സൗണ്ട്? മാറടോ എന്റെ മേത്തൂന്ന്. എന്റെ അമ്മേ, പതുക്കെ തള്ളു പെണ്ണെ. പണ്ടാറം. പാഡ് കാണാത്തോണ്ട് ബലൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. ആ ബലൂണാണ് പിന്നാക്കം മുറം പൊട്ടിച്ചു കളഞ്ഞേ. എന്റെ ഒരു സൈഡ് ഫ്ലാറ്റായി പോയല്ലോ. ഞാനിനി എന്തോ ചെയ്യും? ആ ഹെൽമെറ്റ്. ഷോ, ഇത് കേറുന്നില്ലല്ലോ. ഓറഞ്ച്. ക്രിസ്റ്റി ചേട്ടാ, ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് കുഴപ്പം? അമ്മേ, സിന്ധുവിന് എന്തെങ്കിലും പറ്റിയോ? മുറിവുണ്ടോ? ചേട്ടൻ ഓർണമെന്റ് പുരട്ടി തരട്ടെ? അയ്യോ ചേട്ടാ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഞാൻ പോട്ടെ. എടാ, എന്തായി? എന്താകാൻ? മേലെ വീഴാൻ പറ്റി, അത്ര തന്നെ. എടാ, ഞാൻ വീണപ്പോ ഒരു സൗണ്ട് കേട്ടടാ. ഈ ഓലപ്പടക്കം പൊട്ടുന്ന പോലെ. ഓലപ്പടക്കത്തിന്റെ സൗണ്ടോ? ഇവളെന്താ പടക്കക്കാരൻ അറിയതിന്റെ മോളാ? എടാ, അതുമല്ല, അവളുടെ സ്കേർട്ടിന്റെ താഴെ എന്തോ മുഴച്ചിരിക്കുന്നു. എനിക്ക് ഫീൽ ചെയ്തറിയാ. ഇപ്പൊ പിടികിട്ടി. അവൾ കള്ളിയാണ് ക്രിസ്റ്റി. നമുക്ക് ഈ ബന്ധം വേണ്ട. എന്താടാ, നീ തെളിച്ച് പറ. എടാ, ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. ബോസിന്റെ ക്യാബിനിൽ പോകുമ്പോ അവൾ ബോസിന്റെ ടേബിളിലുള്ള പാരീസ് ടവറിന്റെ സ്റ്റാച്യു നോക്കി വെള്ളം നിറക്കുന്നത്. അത് വിലപിടിപ്പുള്ളതാണ്. അയിനോ, അതും ഇതും തമ്മിൽ എന്താടാ ബന്ധം? എടാ, കുറച്ചു മുമ്പ് ഞാൻ ആ ക്യാബിനിൽ ചെന്നപ്പോ അതവിടെ ഇല്ല. അവൾ അത് അടിച്ചു മാറ്റി സ്കേർട്ടിന്റെ അടിയിൽ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ടാവും. ഭയങ്കരി. എന്നാലും എന്റെ സിൻഡ്രല്ല അങ്ങനെ ചെയ്യൂടാ. ചെയ്യും. അല്ലേ പിന്നെ അവൾ വല്ല റഷ്യൻ ചാരിയായിരിക്കും. ക്യാമറ ആയിരിക്കും അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ. മറ്റേ ഗ്ലാസ് ഉണ്ടായിരുന്നേ എത്ര നന്നായിരുന്നേനെ. ഏത് ഗ്ലാസ്? എടാ, മറ്റേത്, നമ്മുടെ ഗേളി പറഞ്ഞത്. വെച്ച ഡ്രസ്സൊന്നും കാണാത്തത്. അത് വെച്ച് അവളെ നോക്കി അറിയാലോ അവൾ എന്താ അടിച്ചു മാറ്റി പാവടെ അടിയിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതെന്ന്. അയ്യടാ, അങ്ങനെ ഗ്ലാസ് വെച്ച് നീ എന്റെ സിൻഡ്രല്ലയുടെ കൊലുസിയും പിടിക്കണ്ട. അത് എനിക്കുള്ളതാ. ഏത് ടവർ? പോടാ.
എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? നെക്ക് കുറച്ച് വൈഡാണ്, എന്നാലും ക്യൂട്ടല്ലേ? ഓ, പെണ്ണുമ്പള മനുഷ്യനെ പണിയാക്കി തന്നല്ലോ. ആരും കാണാതെ ഞാനിത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? കണ്ട എന്ത് കണ്ടാന്ന്? ദേ നോക്കടാ, അവളുടെ സ്കേർട്ട് തനിയെ പൊങ്ങി വരുന്നു. ഇതെന്താ ഓട്ടോമാറ്റിക് സ്കേർട്ടാ? What's that? ശരിയാണല്ലോ. തേടാ, ഇങ്ങനെയാണ് ഞാൻ നേരത്തെ കണ്ടത്. ബട്ട് ഇത്രയും മുളച്ചിരിപ്പില്ലായിരുന്നു. പേരും കള്ളി. ഇത്തവണ എന്തോ മുഴുത്ത സാധനം അടിച്ചു മാറ്റിയിരിക്കുന്നേ. എന്നാലും എന്തായിരിക്കും ഈ അടിച്ചു മാറ്റിയിരിക്കുന്നേ? വേറെന്ത്? ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയോ? ആടാ, സാറ് കഴിഞ്ഞ ഇയർ UAE പോയി വന്നപ്പോ അവിടുത്തെ മലയാളി അസോസിയേഷൻ കൊടുത്ത ഗോൾഡ് പൂശിയ ബുർജ് ഖലീഫയുടെ സ്റ്റാച്ചു. ഷേടാ, പഠിച്ച കള്ളി തന്നെ. ഫ്രണ്ട്സ്, സത്യം അറിയാതെ നമ്മൾ ഒരാളെയും വിധിക്കരുത്. എന്റെ പെണ്ണ് അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇവ പാവാട പൊക്കി നോക്കും. ആകില്ല പിന്നെ. ഷേടാ, ഇവന്മാര് മനുഷ്യനെ ജീവിക്കാൻ വിടില്ല എന്നാണല്ലോ തോന്നുന്നേ. പാവാട പൊക്ക ഇങ്ങോട്ട് വരട്ടെ. എടാ, താഴെ നോക്ക്. എടാ, അവൾ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റട്ടെ. അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഒന്നാലോചിച്ചാ നമ്മളെന്താ കുറവാണോ? ഇവിടുത്തെ ഫ്രിഡ്ജ് വരെ മുക്കിയവരല്ലാണ് നമ്മൾ. അതും ശരിയാണ്. ആ ഫ്രിഡ്ജിലാണ് ഇവിടത്തെ കാവിലെ ഭഗവതി ഇരിക്കുന്നതെന്ന് പറഞ്ഞതും വിശ്വസിച്ചു മണ്ടൻ കിളവൻ. അതെ, ആ മണ്ടൻ കിളവനിപ്പോ നിന്റെ തലയിലുമായി. കാവിലെ ഭഗവതിയുടെ ശാപമായിരിക്കും മനസ്സിലായി. ഓർമ്മിപ്പിക്കല്ലേടാ പൊന്നെ. ഞാൻ നേരത്തെ ഏജ് ഗ്യാപ്പ് റിലേഷനെ പറ്റി പറഞ്ഞപ്പോ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ കിട്ടിയപ്പോ എന്തോ ഒരു വൈക്ലഭ്യം. അത് ഏജ് ഗ്യാപ്പ്, ഇത് ഏജ് ആയ അപ്പൻ. ഒരുമാതിരി മറ്റേടത്ത് ഏജ് ഗ്യാപ്പ് ആയിപ്പോയി. എനിക്കറിയാടാ, കഴിഞ്ഞ ജന്മം എന്നെ അനുസരിക്കുന്ന നല്ല അടാറ് പെങ്കൊച്ചിനായിരിക്കും എനിക്ക് കിട്ടിയിരുന്നേ. അത് നിനക്ക് എങ്ങനെ അറിയാം? അറിയില്ല. ഇടക്ക് സ്വപ്നത്തിലെ ഏതോ ഒരു വിണ്ണോന്ന് ഇച്ചായോ കൊച്ചായോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓ, നീയും നിന്റെ ഒരു കഴിഞ്ഞ ജന്മം. എന്ത് കുന്തോങ്കിലും ആവട്ടെ. നീ നെക്സ്റ്റ് പ്ലാൻ പറ. നെക്സ്റ്റ് പ്ലാൻ ഡു ഇറ്റ്. നീ ഡാൻസ് കളിച്ച് അവളെ വീഴ്ത്തണം. എന്നിട്ട് നമുക്കത് റീലാക്കി ഇൻസ്റ്റാഗ്രാമിൽ തള്ളാം. 2K കിഡ്സിനെ മാത്രം തുള്ളിയാ മതിയാ, നമുക്കും തുള്ളണ്ടേ? ഇനിയിപ്പോ ഞാൻ ഏത് ഡാൻസ് കളിക്കാനാ? എനിക്ക് ഡാൻസ് ഒന്നും ഓർമ്മയില്ല. നീ പോയിട്ട് കുച്ചിപ്പിടി കളിക്കി. അല്ല പിന്നെ, ഇവിടെ കൈ കിട്ടുന്നതൊന്നും അടിച്ചു വിട്ടത്. എന്റെ കുരിശുമുത്തപ്പ മിന്നിച്ചേക്കണേ. സമബോധയാകുത് അവ ഷേപ്പ് അഴക്, അവ ലുക്ക് അഴക്, അവ സ്റ്റെപ്പ് അഴക്, അവ ഹിപ്പ് അഴക്, അവ സ്മെല്ല് അഴക്, അവ ലിപ്പ് അഴക്. നാനും താൻ പോത അവളും താൻ പോത. സമ ലിപ്പ് ലോക്ക്. മാറി നിൽക്കടാ, ഇനി ഞാൻ എന്റെ ബേബിയെ വളർക്കട്ടെ.
ഈ പന്നം കിളവനെ പിടിച്ച് മന്തിയും പിടിക്കാൻ ആരും ഇല്ലേ? ഊളത്തേണ്ടി ഓടെ കാട്ടി. മണത്ത മണത്തിങ്ങളെ എങ്ങോട്ടാ മാർപ്പ കിളവാ എന്റെ ബാക്കിന്ന്. ഓ ഇതേടാ അവള് പോയി. ഈ പന്നം കിളവനിപ്പോ നിന്റെ മാത്രമല്ല എന്റെ ശത്രുവായേക്കുവാ. ആ അപ്പൊ ആ പ്ലാനും ചീറ്റി. വാ എന്തായാലും ഇനി വീട്ടിൽ പോയി ആലോചിക്കാം. എടാ വാ വീട്ടിൽ കയറിയിട്ട് പോവാ. എന്തിനാടാ വെറുതെ നിനക്ക് കേൾക്കാനുള്ളത് എന്നെ കൂടി കേൾപ്പിക്കണേ. ഹാ നീ വാളിയാ. ദേടി വരുന്നു നിന്റെ പൊന്നാര മോൻ. കൂടെ ആ പെരുങ്ങളനുണ്ട്. അപ്പച്ചാ ഞാൻ എന്നാ ചെയ്തെന്നാ? എടാ നീ ഈ നാട് മൊത്തം വായി നോക്കാൻ പോകുമ്പോ എന്റെ ചെറുക്കിനെ വലിച്ചുകൊണ്ട് പോയിട്ട് നാട്ടാരൊക്കെ ഇപ്പൊ എന്നെ വായി നോക്കിയുടെ അപ്പം മത്തായി വായി നോക്കിയുടെ അപ്പം മത്തായി എന്നാ വിളിക്കണേ. അപ്പാ ചെയ്തതാണേലും അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കണം. അപ്പനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. അപ്പന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലെന്നാ. ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിച്ചതിന്റെ ഫലമാ ഇപ്പൊ നീ എന്റെ മുമ്പിൽ നിന്ന് നിന്നെ തറുതല പറയുന്നേ. ചായ് വല്ല കാര്യം ഉണ്ടായിരുന്നോ വല്യപ്പാ നിങ്ങക്ക്? വല്ല വാഴ വെച്ചാ പോരാന്നില്ലേ? വെറുതെ എനർജി വേസ്റ്റ് ആയില്ലേ തെണ്ടി. ആ വാഴ വെച്ചാ മതിയാവുന്നു പറയണം. നിന്റെ അപ്പനെ കാണട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ കേറുന്നില്ലെന്ന്. പ്രിൻസ് മോനെ അങ്ങനെയൊക്കെ പറയും. മോനെ ചായ കുടിച്ചിട്ട് പോവാം. എന്തൊക്കെയുണ്ടടാ നിന്റെ വീടിന്റെ അപ്പുറത്തെ വഴിയിലെ മൂലയിലെ വീടിന്റെ പിന്നിലെ അമ്മിളിത്തള്ളയുടെ മോളുടെ കല്യാണമായിരുന്നില്ലേ ഇന്ന്? മോനെന്താ മിണ്ടാത്തേ? ആ ഞാൻ ട്രെയിൻ പിടിച്ച് കേറി വരുന്നേ ഉള്ളു അമ്മച്ചി. അത്ര ചെറിയ ബന്ധമല്ലല്ലോ. ഇവരെന്താണ് നമ്മുടെ കല്യാണക്കാര്യം പറയാത്തെ? ഇനി നമ്മൾ വല്ല ആത്മാക്കളുമാണോടാ? ഇവർക്ക് കാണാൻ പറ്റുന്നില്ലേ? ചിലപ്പോ നമ്മൾ ചത്തിട്ടുണ്ടാവൂടാ. ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു 72 മലയാളി പെൺപിള്ളേരെ കല്യാണം കഴിച്ച് ബംഗാളികളെന്ന്. എന്നിട്ട് നിനക്കൊക്കെ കിട്ടുന്നില്ലല്ലോ ഒരു പെണ്ണിനെ. ഓ ഭാഗ്യം, ആത്മാക്കളല്ല, നമ്മൾ ചത്തിട്ടില്ലടാ പ്രിൻസേ. ആദ്യം പണി അടിച്ചോണ്ട് പോയി, ഇപ്പൊ പെണ്ണിനെ വിടണ വണ്ടി ബംഗാളിലോട്ട്. ഇതിന് പകരം ചോദിച്ചു തന്നെ കാര്യം. പെട്രോൾ ഉണ്ടോ? അതിന് ബംഗാളി പോകാൻ പെട്രോൾ എന്തിനാണ് മണ്ട? ട്രെയിനിൽ പോയാ പോരെ. കിക്കി റെയിൽവേ സ്റ്റേഷൻ വരെ പോണ്ടേ? നീ ഇവിടെ നിന്ന് പറന്നോണ്ട് പോകാം അങ്ങോട്ട്. ഓ ശരിയാ. അപ്പൊ ആ ചാപ്റ്റർ ക്ലോസ്. എന്നാ ഞാൻ പോണടാ. ആ എന്നാ നാളെ കാണാം. എന്താടാ നീ പോകുന്നില്ലേ? എന്താ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇലക്ട്രിക് പോസ്റ്റിന് വരെ 5 ഞാനൊക്കെ ജനിച്ചപ്പോ മുതൽ സിംഗിൾ ആയതാ. ബൈ എന്നെ അതിൽ നിന്നൊന്ന് ഒഴിവാക്കിയേക്ക്. ഞാൻ താമസിയാതെ കമ്മിറ്റഡ് ആവൂലോ. ഓ ശവത്തിൽ കുത്തല്ലേടാ. ഇന്ന് ഞാൻ ഈ ബലൂൺ കൊണ്ട് അവൾക്കൊരു തോക്കുണ്ടാക്കി കൊടുക്കും. ഇത് തോക്ക് മര്യാദക്ക് നോക്കടാ. അയ്യേ ഇതെപ്പോഴാണ് ഇങ്ങനെ ആയത്? കൊണ്ടേ കൊളുത്തിരുന്നേ പല്ലെല്ലാം കൂടി അവളുടെ കയ്യിലിരുന്നേനെ. പ്രിൻസേ വലിയൊരു ആപത്തിൽ നിന്നാണ് നീ എന്നെ രക്ഷിച്ചത്. ഓ എന്നാ ഭംഗിയാ. ഇവിടെ കിട്ടിയ എന്റെ ഫസ്റ്റ് നൈറ്റ് ഞാനത് സാമ്പാർ വരുവാക്കും. അവസാനം അവിയല് വരുവാതിരുന്നാ മതിയായിരുന്നു. ആ പെണ്ണ് വീണിട്ട് കൂടിയില്ല. ഇവിടെ കെട്ടും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് വരെ എത്തി. നിന്നെ സമ്മതിക്കണം. ഓ പറയണ കേട്ടാത്തോന്നു നീ മറ്റേ വിശുദ്ധനാണെന്ന്. അപ്പുറത്തെ വീട്ടിലെ സാറാന്റിയുടെ ഒപ്പം ഫസ്റ്റ് നൈറ്റ് സ്വപ്നം കണ്ടവനല്ലേടാ നീ. എന്താണെന്ന് വർണ്ണന? നീ ഒരുമാതിരി കഴിഞ്ഞു പോയത് ഓരോന്ന് ഓർമ്മിപ്പിക്കല്ലേ ഗുസ്റ്റി. നിന്നോട് ദൈവം ചോദിക്കും. എന്നാ പരസ്പരം പാര വെക്കാതെ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കേ. ദേടാ നിന്റെ ലവർ വരുന്നു. ഓ ഇന്ന് എന്ത് കുരിശും കൊണ്ടാണാവോ? ഇയാളെന്താ ഇയാളുടെ കട്ടൗട്ടൊക്കെ ആയിട്ട്? എന്താ സാർ ഇലക്ഷന് നിൽക്കാൻ പോവാണോ? എന്റെ ലൈഫില് വലിയൊരു ഇലക്ഷൻ ആണെന്ന് കൂട്ടിക്കോ. പ്രിൻസ് ഞാൻ ഈ കട്ടൗട്ട് തനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇനി ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ബേബിക്ക് എന്നെ മിസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കാലോ. ഓടാനാവാ എന്നെ പീഡിപ്പിക്കാനല്ലേ? എടാ ക്രിസ്റ്റി, ഇയാൾക്ക് നിന്നോട് തോന്നിയാ മതിയായിരുന്നു ലവ്. ഞാൻ സെൻട്രലേയും വളച്ച് സെറ്റ് ഉണ്ടായിനി. അയ്യടാ ചെറിയ പൂജയൊന്നും അല്ലല്ലോ മോനെ.
ഹലോ ഗൈസ്, അപ്പോ ഇന്ന് നമ്മുടെ മാനേജ്മെന്റ് സെലിബ്രേഷൻ നടക്കുവാണെന്ന് അറിയാലോ. സോ ഒരുപാട് വർക്കുണ്ട്. ഇങ്ങനെ നിന്നാ ശരിയാവില്ല. ക്രിസ്റ്റി, സെക്ഷൻ EMI ചേർന്ന് ആ ഫ്ലെക്സ് വലിച്ചു വിട്ടു. ബോസ്, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ബേബി ഒന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുത്തോളൂ. റെസ്റ്റ് എടുക്കാൻ ഞാൻ എന്താണ് പ്രസവിക്കാതെ ഇരിക്കുന്നോ? ഫ്രണ്ട്സ്, ഉമ്മ ചി തെണ്ടി പഠിക്കണവൻ. তোনাকে দেখলে তই নানি সোনা মনকে চিন্ন না সোনাকে চিন্ন বানাকে চিন্ন ওনসা চিন্ন নাই চি চি চিরানুള്ളി അയ്യോ എടാ ക്രിസ്റ്റി, അത് ചരിയുന്നു. അയ്യോ ബോസ് താഴെ. ബോസ്, പ്രിൻസ് ബേബി എന്നെ വിട്ടു പോവല്ലേ. സാറേ ആംബുലൻസ് വിളിക്കേ. സാറേ ആംബുലൻസ് വിളിക്കേ. അല്ല ചേട്ടാ, ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എന്താണ് ആ നിലവിളി ശബ്ദം ഇടാത്തത്? എടോ, അതൊക്കെ സീരിയസ് ഇഞ്ചുറിയുള്ള കേസിന് ഇടും. ഇതുപോലെ തലക്കടി ഉണ്ടായിരുന്നൊന്നും ഇടാൻ പറ്റില്ല. ഓ, ഇട്ടെന്നും പറഞ്ഞപ്പോ ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. അത് കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. തനിക്കിപ്പോ എന്താ വേണ്ടേ? സൗണ്ട് ഇടണം. ഇട്ടു, കുറച്ച് സമാധാനം തരും. ക്രിസ്റ്റി, ഹെൽമി, എനിക്കെന്റെ പെൻസിനെ തിരിച്ചു കിട്ടില്ലേ? പറയൂ. ബോസ് പേടിക്കാതെ, അവനൊന്നും പറ്റില്ല. പാവൻ ചെറുക്കൻ, നല്ലൊരു ചെറുക്കനായിരുന്നു അല്ലേ? ബട്ട് പറഞ്ഞിട്ട് എന്താ, ആയുസില്ലാതെ പോയി. ബേബി ബേബി ബേബി, നീ ചത്തു. ഈ ബോസ് കൂടി പരിപാടിന്നില്ലേ നീ വിളിച്ചിരുന്നെങ്കിൽ. എന്നെ കൊണ്ടുപോവാത്തത് എന്താ ബേബി? എന്നെ വിട്ടു പോവട്ടെ. ബോസ്, ഞാൻ ചത്തിട്ടില്ല. താനായിട്ട് എന്നെ കൊല്ലാണ്ടിരുന്നാ മതിയുടെ ഒത്തയക്കളവാ. ബേബി, നീ ചത്തില്ലേ? ഓ, കിളവന് ചില്ലറ പൂരിയൊന്നും അല്ലല്ലോ. ചത്തില്ലേ എന്നൊരു 1000 വട്ടമായി ചോദിക്കുന്നു. ഇല്ല, ചത്തില്ല. വേണമെങ്കിൽ അരമണിക്കൂർ മുന്നേ ചാവാം. ക്രിസ്റ്റി, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അല്ല, നിങ്ങളുടെ സ്നേഹപ്രകടനം കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഷോ, ഞാനത് മറന്നു. സോറി ക്രിസ്റ്റി, താൻ സംസാരിക്കേ. ബേബി റെസ്റ്റ് എടുക്കട്ടോ. എടാ, ഇതിലും ഭേദം നീ അവിടെ തന്നെ തല തല്ലിച്ചാവുന്നതായിരുന്നു. അതെനിക്കും തോന്നുന്നുണ്ട് ഇപ്പോ. ആ, എന്തായാലും നിന്റെ വീട്ടിൽ വിളിച്ച് പറയട്ടെ. എടാ വേണ്ടടാ, ചെറിയൊരു ആക്സിഡന്റ് അല്ലേ, അവർ വെറുതെ പേടിക്കും. അതല്ലടാ, ഞാൻ നിന്റെ പുക തീർന്നെന്ന് വിചാരിച്ച് വീട്ടിലൊക്കെ വിളിച്ച് അറിയിച്ചായിരുന്നു. അവിടുന്ന് ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പള്ളിയിലെ അച്ഛനൊക്കെ വെയിറ്റിംഗ് ആണ്, ബോഡി എപ്പോഴാ വരുന്നേന്ന്. അതുമല്ല, ഷോപ്പട്ടിക്കും റീത്തിനൊക്കെ ഓർഡറും കൊടുത്തു. അതെല്ലാം വിളിച്ച് വേണ്ടെന്ന് പറയട്ടെ. ഷോ, സോ ബിസി മാൻ, യു നോ. ആ, ഒരാളെ കൂടി വിളിക്കണം. കുഴിവെട്ടി ഹൗസിലേക്ക് ചേട്ടനെ. അങ്ങനെ ഇപ്പൊ കുഴിയൊക്കെ വെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ടാവും. മഹാപാപി, പച്ചക്കിരിക്കുന്നതിനെ ശവമാക്കിയതിലൂടെ മാറി നിന്നെ ആ കുഴിയിലിട്ട് മൂടോടാ ഞാൻ. ഹലോ, എന്താ ഇവിടെ? ആക്സിഡന്റ് ആയ ആളാണോ ഈ അടി കൂടുന്നത്? സിൻഡ്രു എന്താ ഇവിടെ? ഞാൻ പ്രിൻസിനെ കാണാൻ. താനെന്തൊരു പൊട്ടനാ? സിൻഡ്രു, വാ ഇവിടെ ഇരി. ഷോ, അതെന്റെ തലേ വീണാ മതിയായിരുന്നു. ഓ, അവന്റെ ഒരു ഷോ ഓഫ് കണ്ടില്ലേ? ഇപ്പോ എങ്ങനെയുണ്ട്? ആ, വേദനയുണ്ട്. യു നോ, ബോസിനെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ആ പിന്നെ, രാഷ്ട്രപതിയുടെ അടുത്ത് നിന്ന് പതക്കം വാങ്ങാനുള്ളതാ നെക്സ്റ്റ് ഇയർ. എന്നാ ഞാൻ പോട്ടെ. ബൈ പ്രിൻസ്. സിൻഡ്രു, എന്നോട് ബൈ ഇല്ലേ? ഇല്ല, താൻ മുന്നിൽ നിന്ന് മാറ്, എനിക്ക് പോണം. ബൈ പറഞ്ഞിട്ട് പോയാ മതി. ഒന്ന് മാറടോ. ആ അമ്മേ. What the hell? അയ്യോ, അതെന്തുവാണ് ആ വീണത്? അത് മറ്റേ അച്ഛല്ലേ കൊഴുക്കട്ട ഉണ്ടാക്കണേ. അതെന്നാത്തിനാ അവള് ടോപ്പിന്റെ ഉള്ളിൽ വെച്ചോണ്ട് നടക്കണേ? ആ, വല്ല കൊതി വരുമ്പോ അപ്പ കൊഴുക്കട്ട ഉണ്ടാക്കി തിന്നാനായിരിക്കും. അല്ലെങ്കിൽ മറ്റേ തന്നെ അടിച്ചു മാറ്റി അകത്ത് വെച്ചതായിരിക്കും. ഷോ, എന്റെ പെണ്ണെന്താ ഇങ്ങനെ ആയി പോയത്? എന്നിട്ടും എന്റെ ഇഷ്ടം കുറയുന്നില്ലല്ലോടാ. അതാ എനിക്ക്. നീ സൂക്ഷിച്ചോ, തക്കം കിട്ടിയാ അവള് നമ്മളെ വരെ പിടിച്ച് അകത്തൊളിപ്പിച്ച് വല്ല കിഡ്നി വിക്കൽ ടീംസിനും കൊണ്ടു കൊടുക്കും.
പ്രിൻസ് ഡിസ്ചാർജ് ആയി പൊക്കോളൂ. സിസ്റ്റർ, വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഇവിടെ കിടക്കാം. ഓ വേണ്ട. എടാ, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. തൽക്കാലം നീ ഈ ഹോസ്പിറ്റൽ വരാന്തയിൽ വല്ലതും അഡ്ജസ്റ്റ് ചെയ്. ഇന്നൊരു രാത്രി. എന്തുവാടാ? എനിക്കൊരു കുഴപ്പവുമില്ലടാ. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലെന്നുള്ള പേടിയല്ലേ നീ എന്നെ വീട്ടിലേക്ക് പോലും വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ. അതല്ലടാ, നീ ചത്തെന്ന എല്ലാരും വിചാരിച്ചിരിക്കുന്നേ. നാട്ടിലാണെ ഞാനൊരു ആർഭാടത്തിന് മുക്കിലും മൂലയിലും നിന്റെ ഫ്ലെക്സ് വെപ്പിച്ചു. ഇനി ഈ രാത്രി നീ ഇറങ്ങി നടന്ന് ആരേലും നിന്നെ കണ്ട ഓൺ ദ സ്പോട്ട് അവര് വടിയാവും. നീ മരിച്ച് പ്രേതമായി വന്നേന്ന് കരുതും. സോ ഇതിലും ഭേദം എന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുന്നതായിരുന്നു കർത്താവേ. എന്റെ കർത്താവേ, എനിക്ക് മാത്രം നീ എവിടെ നോപ്പിച്ചു ഇങ്ങനെ തലതെറിച്ച് കഴിവുകൂടി ഒരു കഴിവേറിയേ. പ്രിൻസേ ഓടാ. ഇതെന്താടാ നിന്റെ കയ്യിലൊരു പൊതി? അത് ഒന്നുമില്ല. അതിലെന്തോ മണക്കുന്നുണ്ടല്ലോ. മര്യാദക്ക് പറഞ്ഞോ. എടാ, ഇതൊരു കേക്കാണ്. എനിക്കാണെങ്കിൽ കൊടുക്കാനൊരു ചമ്മൽ. ഒരു കേക്ക് കൊടുക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ ചമ്മന്നേ? എടാ നീ ഇങ്ങത്താ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. സത്യം? പിന്നെ കൊടുക്കുമ്പോ ഞാൻ തന്നതാണെന്ന് പ്രത്യേകം പറയണം. അത് പിന്നെ പറയാതിരിക്കോ? ദേ നിൽക്കുന്നു. ചിലപ്പോൾ അവൾ എനിക്കുള്ള പെണ്ണാണെങ്കിലോ? കൂട്ടുകാരെ നോക്കുന്ന പെണ്ണെ നോക്കാൻ പാടില്ലെന്നൊന്നും അന്റെ വല്യപ്പ പറഞ്ഞിട്ടില്ലല്ലോ. ഒറ്റത്തവണ കട്ടപ്പയായെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗുജ് ഗള്ളി, ഈ കേക്ക് തന്ന് നിന്നെ ഞാനിന്ന് വീഴ്ത്തും. ഹേയ് സിൻഡ്രു, ഇത് എന്റെ ഒരു സ്നേഹോപഹാരമാണ്. തുറന്നു നോക്കിക്കോളൂ. താങ്ക് യു പ്രിൻസ്, ബട്ട് ഞാനത് വീട്ടിൽ പോയി തുറന്നു നോക്കിക്കോളാം. ഓക്കേ? നോ ഡിയർ, ഇപ്പൊ തന്നെ തുറക്കണം. എനിക്ക് തന്റെ റിയാക്ഷൻ കാണണം. ഞാൻ സെലക്ട് ചെയ്ത കേക്ക് ഇഷ്ടായെന്നറിയണ്ടേ. സിൻഡ്രുവിന് വേണ്ടി പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ച ഡിസൈനാണ്. ഓക്കെ. What's that? What the hell? നോ, ഇത് ഞാനൊന്നും അറിഞ്ഞതല്ല. അവൻ എടാ ക്രിസ്റ്റി, എവിടെയാ കാലമോടൻ? എടാ പറട്ടെ, നീ ഇത് കോപ്പിലെ കേക്കാടാ എന്റെ കൈ തന്നു വിട്ടെ. അത് എന്റെ കഴിവ് തെളിയിക്കാൻ. പട്ടി, എന്റെ പല്ലെല്ലാം തേങ്ങാക്കുലകൾ ആടുമ്പോൾ ആടുവാണല്ലോ കർത്താവേ. തേങ്ങേ മിണ്ടത്. എടാ, അവൾ എന്നെ മോന്ത കടിച്ചടാ. നിന്നെ തല്ലിയെന്നോ? എന്തിന്? എടാ, അത് പറയാ. വേണ്ട പ്രിൻസ്, എന്റെ കൂട്ടുകാരനെ തല്ലിയത് എന്തിനാണെന്ന് എനിക്കറിയണം. എടാ, ആ കേക്ക് ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞതുകൊണ്ടാ തല്ലിയത്. ഓഹോ, സില്ലി ഗേൾ. ഞാൻ വാങ്ങിക്കൊടുക്കാത്തതിന്റെ ദേഷ്യമായിരിക്കും മോൾക്ക്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം ആ കേക്ക് എന്റെയാണെന്ന്. എടാ, പറയുന്ന കേക്ക് പോവല്ലേ, നീ പോവല്ലേടാ. സിൻഡ്രോ, 1 minute. ആക്ച്വലി പ്രിൻസ് കൊണ്ടുവന്ന കേക്ക് അത് ആക്ച്വലി എന്റെ ഡിസൈൻ ആണ്. ഞാൻ സിൻഡ്രോന് വേണ്ടി പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. കിട്ടിയാ? കിട്ടി. ഞാൻ പറഞ്ഞതല്ലേ പോവണ്ട. വാ, ഒരുമിച്ച് ഇന്ന് തടകാം. ക്രിസ്റ്റി, നെക്സ്റ്റ് മന്ത് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റിന്റെ വർക്ക് താനും ഹെലനും കൂടിയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ടീം ആവണം. ഓക്കെ? ഓക്കെ സാർ. മനസ്സിലെടു പൊട്ടി. സിൻഡ്രു, നമ്മളിപ്പോ പാർട്ട്നേഴ്സ് ആണ്. വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്, അല്ലാതെ മാരേജ് പാർട്ട്നേഴ്സ് അല്ല. എനിക്ക് സമ്മതമാണ് മാരേജ് പാർട്ട്ണർ ആവാൻ. ക്രിസ്റ്റി, മര്യാദക്ക് വർക്ക് ചെയ്യാനാണെങ്കിൽ ഓക്കെ, ഇല്ലേ ഞാൻ ബോസിനോട് കംപ്ലൈന്റ് ചെയ്യും. ഓ സോറി.
കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഒന്ന് മാറിക്കേ. നീ ഇപ്പൊ പോകണ്ട, ഞാൻ പറയാനുള്ള കേട്ടിട്ട് പോയാ മതി. ക്രിസ്റ്റി ഒന്ന് മാറുന്നുണ്ടോ? ആ അമ്മേ